ഈ ചില സംഖ്യവാണങ്ങൾക്ക് ഈ മുസ്ലിം സ്ത്രീകൾ എത്ര പ്രസവിക്കുന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഹലാൽ കടകൾ വരുന്നു, ഏതൊക്കെ സ്ഥലത്താണ് ലവ് ജിഹാദ് നടക്കുന്നത്, ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളെ ഈ മുസ്ലിം യുവാക്കളായിട്ടുള്ള ആളുകൾ അടിച്ചുകൊണ്ട് പോയി കല്യാണം കഴിച്ച് ഇസ്രയേലിലും സിറിയയിലൊക്കെ കൊണ്ടുപോയി പൊട്ടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന ചില വേട്ടാവളിയന്മാർ സത്യം പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കുടുംബത്തെയും അവൻ്റെ ചുറ്റുപാടുകളും ഒക്കെ അങ്ങ് മറന്നു പോകുന്നു എന്നുള്ള. ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന വിദേശത്താണ്. മുസ്ലിമും ക്രിസ്ത്യാനും ഹിന്ദുവും ഒക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. എന്നാൽ അവിടെ പോയി ജോലി ചെയ്യുന്ന ചില സംഘപരിവാറുണ്ട്. അതായത് ചാണകം തലയിലുള്ള ചില വേട്ടാവളിയന്മാർ നടത്തുന്ന ചില പ്രസ്താവനകളിൽ സാധാരണ കുടുങ്ങിപ്പോകാറുണ്ട്. ഇവനൊക്കെ അവിടുന്ന് അതേ സ്പീഡിൽ തിരിച്ച് നാട്ടിലേക്ക് അയച്ചു വിടും. കാരണം അവൻ്റെ പണവും തിന്നിട്ട് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ പോയാൽ ആരെങ്കിലും സഹിക്കുമോ? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും ജീവിച്ചു പോകുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് നൽകുന്ന അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുസൽമാനും ക്രൈസ്തവനും ഹിന്ദുവും എല്ലാം ജീവിക്കുന്നത്. പക്ഷേ ഈ വേട്ടാവളിയന്മാർ സ്വന്തം കുടുംബത്തെ കാര്യം നോക്കില്ല, അന്യ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കി നടക്കുന്ന ചില മരപ്പട്ടി വാണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ സംഖ്യകൾ. പിന്നെ അവന്മാരെ കൊണ്ട് പറ്റാത്ത പണി ഇപ്പം ഇവിടുത്തെ ക്രിസംഖ്യ ഊളകളെ കൊണ്ടും ഇവന്മാർ നല്ല രീതിയിൽ പണിയെടുപ്പിക്കുന്നുണ്ട്. കുറേ മുസ്സംഖ്യകളും ഉണ്ട്. നേരം വെളുക്കുമ്പോഴത്തേക്ക് കണ്ണും തിരുമ്മി വന്ന് മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞോണം, മറ്റവൻ്റെ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഇതിങ്ങനെ കോരി ഇവൻ്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കുറേ ഊളകൾ ഈ സമൂഹത്തിലുണ്ട്. സമൂഹത്തിനും കുടുംബത്തിനും ഒരു തരത്തിൽ ഗുണവുമില്ലാത്ത ഇതുപോലത്തെ ചില പൊഴുത്ത പേപ്പട്ടികൾ. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിനകത്ത് ഒരു വേട്ടാവളിയൻ സംഖ്യ വന്നിരുന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ വ്യാപകമായി ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നു. അവർ നല്ല നല്ല വീടുകൾ വെക്കുന്നു, നല്ല കടകൾ ഉണ്ടാക്കുന്നു, ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിടക്കാൻ നാണമില്ലടാ നിനക്കൊന്നും, ഉളുപ്പില്ലടാ നിനക്ക്, നിൻ്റെയൊക്കെ കഴിവ് കേട്. എന്തിനാടാ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നത്? നീയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് വിളിച്ചു പറയുന്നതുകൊണ്ടാണല്ലോ തലയ്ക്കകത്ത് മൂളയുള്ള നല്ല ഹൈന്ദവ സഹോദരികളുണ്ടല്ലോ വന്നിട്ടൊക്കെ നിൻ്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി തരുന്ന മറുപടി തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുണ്ട്, സിംഗിൾ ബോവൻ എന്നാണ് അറിയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സഹോദരിയാണ്. ഞാൻ ആ സഹോദരിയുടെ കയ്യിൽ നിന്നും ഒരുപാട് ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും കൂറും എനിക്കുണ്ട്. എന്താണ് ഒരു ഹിന്ദു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരിയിൽ നിന്നാണ്. കാരണം ഒരു യഥാർത്ഥ ഹിന്ദുവിന് ഒരിക്കലും സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാനോ അവൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഭാഗമാകാനോ അവർക്ക് സാധിക്കത്തില്ല. എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്ത് 2-3 ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ലെവലിൽ തന്നെ ഇന്ന് ജീവിക്കുന്നുണ്ട്. അത് അവരുടെ മനസ്സിൻ്റെ നന്മയും ആ മനസ്സിൽ ഇവിടുത്തെ മറ്റു മതവിഭാഗക്കാരോട് അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ്. അതൊക്കെ തുറന്ന് പറയുന്നതിൽ പോലും ഒരു മടിയും ആ സഹോദരി കാണിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലുള്ള മരവാഴകൾക്ക് മറുപടി കൊടുക്കാൻ ഇതുപോലെ 100 കണക്കിന് സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സാഹോദര്യം തകർക്കാൻ ഇവന്മാർക്ക് സാധിക്കാത്തത്. നമുക്കെന്തായാലും ആ ഒരു വീഡിയോ, ആ വേട്ടാവളിയൻ പറയുന്ന വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം നമ്മുടെ സഹോദരി കൊടുക്കുന്ന മാസ് മറുപടി കേൾക്കാതെ പോകരുത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ബോവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലെ തന്നെ ക്ഷേത്ര നഗരികളിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിലെ 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നെണ്ണ എന്തൊരു കഷ്ടം ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചിലവാക്കത്തില്ല, നല്ല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് കോരിക്കളയാം. കാരണം ഇതിനിപ്പോൾ ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടി വെച്ചേക്കാം. എൻ്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാക്കും. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കിയാണ്. ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും. ഈ മണിയുള്ളവൻ ഈ മണിയുടെ പിന്നാലെ പോകും. മണീനെ മനസ്സിലായ? സത്യമല്ല ചക്കരകള. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ, ഞാൻ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരൊറ്റ ഹിന്ദുക്കളായ ആൾക്കാർ പണിയെടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സഹോദര.
എല്ലാവരും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരിലും പണിയെടുക്കാൻ തയ്യാറല്ല. പണിക്ക് വന്നാൽ പണി മര്യാദക്ക് ചെയ്യത്തില്ല. തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അഥവാ വന്നിട്ടുള്ളവനാണെങ്കിലും ഇവനാണെങ്കിലും തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അതായത് ഞായറാഴ്ച വെള്ളം അടിച്ച് ഹാങ് ഓവർ തീരാതെ തിങ്കളാഴ്ച പണിക്ക് വരാൻ പറ്റുന്നത് സത്യമാണല്ലേ. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറയട്ടെ, അവരിനി എന്തിനി അവരെ പറ്റി വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു പക്ഷപാതമൊന്നും പറയുമല്ല, പക്ഷം പിടിച്ച് പറയുകയല്ല. നമ്മൾ ജനറലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അവർ വല്ല ആക്രി വിറ്റാണേലും അവർ പൈസ ഉണ്ടാക്കും. കുടുംബം ഒന്നും ഇല്ലാത്തവനെ വല്ല ആക്രിയെങ്കിലും പെറുക്കിയിട്ട് വിറ്റ് കുടുംബം നോക്കും. അവൻ്റെ മക്കളും ഭാര്യയായിട്ട് പുറത്തു പോകും. അവൻ നല്ലൊരു സുഖമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്രി പെറുക്കുന്നവനായിരിക്കും. അവൻ നടക്കുന്ന നല്ല ബെൻസ് കാറിലും നല്ല കാറയിലും ഒക്കെയാണ് അവൻ നടക്കുന്നത്. അടിപൊളിയായിട്ട് ഒരുങ്ങി അവൻ്റെ ഉമ്മേനെയും ഉമ്മേനെയും ഭാര്യനെയും മക്കളെ ഇവർക്ക് നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണവും മേടിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷവും സുഖവും ഒക്കെ കൊടുക്കും. മനസ്സിലായോ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ വേറെ കുറേ നെഗറ്റീവ് പറഞ്ഞു അതൊന്നും എനിക്ക് കേൾക്കേണ്ടായിരുന്നില്ല. നെഗറ്റീവില്ല, ഞാൻ പോസിറ്റീവിനെ കാണുന്നവളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഹിന്ദുക്കളായിട്ടുള്ളവർ കൂടുതൽ, നിങ്ങൾ എപ്പോഴും നോക്കി എന്താണ് ഹിന്ദുക്കളുടെ പുരോഗതി ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? അവൻ ഈഗോ, ഞാനെന്ന ഭാവം. ഞാൻ ഇന്ന പണിയെ ചെയ്യത്തുള്ളൂ, ഇന്നതാ ഞാൻ പഠിച്ചിരിക്കുന്നത്, ആ പണിയല്ലേ. വിദ്യാഭ്യാസമുള്ള പിള്ളേർ പോലും ജോലിക്ക് പോകത്തില്ല. അവന് ഈഗോ ആയിട്ട് വളർന്നു വരുന്നത്. മനസ്സിലായി? ഈഗോ ഫാമിലി അവന് അത് പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല. ഏത് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം എന്തും അവർ ഒരു ജോലി ഉള്ളപ്പോൾ വേറൊരു ജോലി കൂടെ അതിൻ്റെ ഒപ്പം കൊണ്ടുവന്നു നോക്കും. അവർ എന്തെങ്കിലും ഒരു ബിസിനസ് അവരുടെ കൂടെ എപ്പോഴും കൂട്ടും. അവരങ്ങനെ ഈഗോ ഇല്ലാതെ ജീവിക്കാൻ അവർക്ക് പൈസ കിട്ടണം, അവർക്ക് നല്ലതായിട്ട് ജീവിക്കണം, ആരെയും വാതിക്കെ തെണ്ടാതെ ജീവിക്കണം. ഈ മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എല്ലാം മേടിച്ചു കൂട്ടാൻ പറ്റുന്നത്. മനസ്സിലാക്കുക? ഇതൊന്നും ഇല്ലാതെ ഈഗോയും പിടിച്ച് അതുപോലെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇടയിലോട്ട് നിങ്ങൾ ആ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ പോയിക്കും, ഒരു വഴി ലൈറ്റ് പോലും അവിടെ നിന്ന് കാണത്തില്ല, ഒരു മുറുക്കാൻ കട പോലും കാണും, ഒരു കട പോലും കാണത്തില്ല. കിലോമീറ്റർക്ക് അപ്പുറത്തായിരിക്കും അല്ല മുസ്ലിംസ് എവിടെയുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലായിരിക്കും കടയുള്ളത്. ഇവർ താമസിക്കുന്ന ഒരു വ്യവസായം കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഞാനൊരു ഹിന്ദു അല്ലേ, ഞാനിത് ഇത്ര തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചു. ഇവർ നല്ല ഭക്ഷണം കഴിക്കത്തില്ല, നല്ലൊരു മീൻ മേടിക്കത്തില്ല, ഇറച്ചി കൂട്ടത്തില്ല, പിന്നെ ഒരു വസ്ത്രം മേടിക്കത്തില്ല, ഒരുങ്ങി നടക്കത്തില്ല, ഒരു പെർഫ്യൂം പോലും മേടിക്കത്തില്ല. ഇവരങ്ങനെയല്ല, എല്ലാം മേടിക്കും. നല്ല ഭക്ഷണം കഴിക്കും, നല്ല വസ്ത്രം മേടിക്കും, നല്ല പെർഫ്യൂം അടിക്കും, നന്നായി വേലയെടുത്ത് കാശുണ്ടാക്കും. ഒരു ജോലി ചെയ്യുമ്പോൾ വേറെ ഒരു ജോലി കൂടെ പല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കും. ഇതിൽ തന്നെ കണ്ടില്ലേ, നമ്മുടെ ആൾക്കാർ തന്നെ ഹിന്ദുക്കളായ ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ടിട്ടില്ലേ, സിംഗു എന്തിനാ ഒരു ജോലി എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ പോരെ, പല കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നതെന്ന്. പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? പണം ഉണ്ടാകാനാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. എവിടെയെങ്കിലും ഇരുന്ന് ഗാലറി ഇരുന്ന് കല്ലെറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണിയെടുത്ത് കാശുണ്ടാക്കണം. ഇവർ പണിയെടുക്കുന്നുണ്ട്, അവർക്ക് കാശുള്ളതാണ്. എനിക്ക് അവരുടെ ഒരു മനോഭാവമാണ്, പണിയെടുത്ത് കാശുണ്ടാക്കുക. എന്ത് ജോലിയും ചെയ്ത് അതിന് ഈഗോ ഒന്നുമില്ല. എന്ത് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ കാശുണ്ടാക്കണം. സ്ത്രീകളെ പണിക്ക് വിട്ടും ഒക്കെ ജീവിക്കുന്ന ഒരു വർഗ്ഗം ഹിന്ദുക്കളാണെന്ന് ഞാൻ പറയും. ഇനി കണ്ടാലും കൊള്ളാം, കണ്ടില്ലെങ്കിൽ കൊള്ളാം. എനിക്ക് എതിരെ വന്ന് കമന്റ് ഇട്ടാലും എനിക്കൊരു ചുക്കുമില്ല. സത്യമായ കാര്യം തന്നെയാണ്. എന്നിട്ട് വേറെ ഇരുന്നിട്ട് വെറുതെ മൈക്കെടുത്ത് പ്രസംഗിക്കുകയാണ്. ഹിന്ദുക്കൾ എല്ലായിടത്തും അല്ല മുസ്ലിങ്ങൾ എല്ലായിടത്തും സ്ഥലം മേടിച്ചു കൂട്ടുന്നു, പെരവെച്ച് കൂട്ടുന്നു. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ആരെങ്കിലും നിങ്ങളുടെ കൈ കയറി പിടിച്ചാ എല്ലാവരും ആദ്യം പണിക്ക് പറഞ്ഞു വിടും. വീട്ടിൽ ഇരിക്കുന്ന എല്ലാത്തിനും ഇവരെല്ലാം പണിക്ക് പോകുന്നവരാ. ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ തന്നെ മുസ്ലിംസാ കൂടുതലും. അവർക്ക് ഒരു ഈഗോയും. കേട്ടല്ലോ, ഇത് പറഞ്ഞത് ഒരു ഹൈന്ദവ സഹോദരിയാ. നിന്നെപ്പോലെ മതം തലക്ക് പിടിച്ച് വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നോണ്ട് വിവരക്കേട് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇതുപോലെ 100 കണക്കിന് സഹോദരിമാർ കൃത്യമായിട്ട് നിന്റെ കണ്ണാക്കിൽ അടിച്ചു തരും. പിന്നെ നിന്റെയൊക്കെ കഴിവുകേട് വന്നിരുന്നോണ്ട് ഇങ്ങനെ ചാനൽ വന്നിരുന്നോണ്ട് കരഞ്ഞ് മെഴുകുന്നതിന് ഉളുപ്പോ നാണോ ഉണ്ടടാ. എടാ, ഉള്ള സമയം പോയി നല്ല വൃത്തിയും മെനയിലും പണിയെടുത്ത് 2-3 കുട്ടികളെയൊക്കെ ഉണ്ടാക്കി അവർക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് പണിയെടുപ്പിച്ചാൽ ഈ പറയപ്പെടുന്ന പരിസരത്തൊക്കെ നിങ്ങൾക്ക് തന്നെ ഭൂമിയും വീടും ഒക്കെ അങ്ങ് മേടിച്ചു കൂട്ടാം. ഇവിടെ ആരും വന്നിട്ട് കയ്യിലും കാലിലും ഒന്നും കയറി പിടിക്കത്തില്ല. പോലുള്ള പുഴുത്ത ജന്മങ്ങൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും അപമാനമാണ്. നീയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വർഗീയ വിഷജീവികൾ. ഇതുപോലുള്ള പരമ ഊളകളൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനായിട്ടുള്ള നട്ടലുള്ള ആൺകുട്ടികളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലേ? ഹലാൽ ഫുഡിലൂടെ കിട്ടുന്ന പണം മൊത്തം ചെലവാക്കുന്നത് തീവ്രവാദത്തിനാണ്. എന്തൊക്കെയാടാ ഈ വന്നിരുന്ന് പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ അല്ലേ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ. അന്ന് ഈ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് നീ ഈ കുത്തിയിരുന്നോണ്ട് കൊണയടിച്ചില്ലേ? ആ പ്രസ്ഥാനത്തിൻ്റെ ചില പരമനാറികളാ രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകരായിട്ടുള്ള വേട്ടാവളിയന്മാർ. അതിനകത്തൊന്നും ഒരൊറ്റ മുസൽമാനോ ഒരു ക്രൈസ്തവനോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഈ കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത് നിനക്ക് ഓർമ്മയുണ്ടോടാ? അവൻ്റെ പേര് മാർട്ടിൻ എന്നായിരുന്നു. എന്തായി? എന്നെയോ മറ്റേവരോ മറിച്ചവരോ ആരെങ്കിലും ഇവിടെ അന്വേഷിക്കാൻ വന്നോ? ആ സ്ഥാനത്ത് വല്ല അദ്രമാനോ ഷുക്കൂറോ എന്നൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നിന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇവിടെ അഴിച്ചിട്ടങ്ങ് ആടിയനായിരുന്നു അല്ലേ? പേര് പറയാൻ പോലും ഇവിടെ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാ. സത്യം പറയാമല്ലോ, നിന്നെയൊക്കെ സമ്മതിക്കണം കേട്ടാ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഹൃദയത്തിൽ തൊട്ട ഒരുപാട്
നന്ദി, അഭിനന്ദനം. ഇങ്ങനെ പ്രതികരിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.